ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുട്ട പപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഓവനൊന്നും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 സവാള എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. 2-3 സവാളൊക്കെ മതി ഇട്ടാൽ. അങ്ങനെ സവാള ചെറുതായിട്ട് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പം ഇനി അത് ഫുൾ നമുക്ക് അതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് സവാള വഴറ്റിയെടുക്കണം. സവാള നല്ല അടുപ്പത്തിട്ട് വഴറ്റും, നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അത് നമുക്കൊരു എളുപ്പമായിട്ടുള്ള പണിയാണ്. അങ്ങനെ ഒരു കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. മുട്ട പപ്സ് കടയിൽ നിന്ന് വാങ്ങണേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടുപ്പത്ത് വെച്ചിട്ട് നല്ല വഴറ്റിയെടുക്കുക. അപ്പോഴേക്കിനും ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് മുട്ട നോക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തോല് കളഞ്ഞിട്ടെടുക്കണം. ചൂടാറി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് സെൻറ്റർ കട്ട് ചെയ്ത് മഞ്ഞ വെള്ളയും സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ മഞ്ഞ വെള്ളമൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മഞ്ഞ ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ആ മഞ്ഞ ഇതിലേക്ക് ഇട്ട് മിക്സ് ആക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റിലാണ്. സമൂസ ഷീറ്റ് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. കുറേ കൊടുന്ന് വെച്ചിട്ട് ഇനി ഇതിങ്ങനെ ഇതേമാതിരി വെക്കുക. 2 ഷീറ്റ് എടുത്തിട്ട് ഓപ്പോസിറ്റാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുക. നടുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ എടുത്ത് കലക്കിയിട്ട് അത് അതിന് ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒട്ടും, അങ്ങനെ പോരൂല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് അതേപോലെ എല്ലാതും ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞൊരു പപ്സ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനലി വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.